Hello, my dear students. Welcome back to Quick Touch. So, today നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദ ബെസ്റ്റ് ക്രിസ്മസ് പ്രസൻറ്റ് ഇൻ ദ വേൾഡ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൻ്റെ പാർട്ട് 2 ആണ്. അപ്പോൾ പാർട്ട് 1 കാണാത്തവർ വീക്ക് പോയിട്ട് കണ്ടിട്ട് വായോ കേട്ടോ. എന്നിട്ട് കണ്ടിന്യൂഷൻ ആയിട്ട് ഈ ഒരു വീഡിയോ കാണാം. ദെൻ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഞങ്ങൾ റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. ഇതിൻ്റെ കണ്ടിന്യൂഷൻ ആണ് എടുക്കുന്നത്. നമ്മൾ ഇതുവരെ ലെറ്ററാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി ഈ ഒരു പാർട്ട് 2 വീഡിയോയിൽ നമുക്ക് ഇവിടെ നിന്നാണ് എടുക്കാനുള്ളത്. I folded the letter again and slipped it carefully back into its envelope. I kept awake all night. By morning, I knew what I had to do. അപ്പോൾ എന്താണ് നമ്മുടെ റൈറ്റർ ലെറ്റർ വായിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ജിം എഴുതിയ കോനിക്ക് എഴുതിയ ലെറ്റർ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ലെറ്ററൊക്കെ വായിച്ചു കഴിഞ്ഞപ്പോൾ അത് തിരിച്ച് എന്താണ് ഫോൾഡ് ചെയ്ത് എൻവലപ്പിക്ക് തന്നെ തിരിച്ചു വെച്ചു. അത് കഴിഞ്ഞ് ഉറക്കം വരുന്നില്ല ആൾക്ക്, നമ്മുടെ റൈറ്ററിന് ഉറക്കം വരുന്നില്ല. മോർണിംഗ് ആയപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ആലോചിച്ചിരിക്കുകയാണ്. യെസ്, ഐ ഡ്രോവ് ഇൻ ടു ബ്രെഡ് പോട്ട് ജസ്റ്റ് എ ഫ്യൂ മൈൽസ് അവേ. അപ്പോൾ ഇവിടുന്ന് കുറച്ച് ദൂരം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്രെഡ് പോട്ടാണ്. അങ്ങനെ അവിടേക്ക് പോവാണ്. ഐ ആസ്ക്ഡ് എ ബോയ് വാക്കിംഗ് ഹിസ് ഡോഗ് വർ കോപ്പർ ബീച്ചസ് വാസ്. അപ്പോൾ ലെറ്ററിൽ എഴുതിയ അഡ്രസ്സ് അന്വേഷിച്ചിട്ട് ഒരു ബോയിനോട് ചോദിക്കുകയാണ്. ആൾ ഒരു ഡോഗിനെ കൊണ്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആളോട് ഇങ്ങനെ ചോദിച്ചു, ഹൗസ് നമ്പർ 12 ടേൺഡ് ഔട്ട് ടു ബി നത്തിങ് ബട്ട് എ ബേൺഡ് ഔട്ട് ഷെൽ, ദ റൂഫ് ഗേപ്പിംഗ്, the windows boarded up. I knocked at the house next door and asked if anyone knew the whereabouts of Mrs. Macpherson. അപ്പോൾ അങ്ങനെ അഡ്രസ്സൊക്കെ കണ്ടുപിടിച്ച് നോക്കിയപ്പോൾ ആ ഒരു വീട്ടിൽ എന്താണ് ഫുള്ള് ബോർഡപ്പ് ചെയ്തിരിക്കുകയാണ്. അതേപോലെ തന്നെ റൂഫൊക്കെ ഗേപ്പായി. അതായത് ആ ഒരു വീട് ഇങ്ങനെ ഒരു എന്താണ് ആളനക്കമില്ലാത്തൊരു വീട് പോലെ തോന്നുന്നു. ബോർഡപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വുഡൻ ബോർഡ്സ് കൊണ്ട് കവർ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അവിടെ ആരും ഇല്ലാത്ത പോലെ തോന്നി. അപ്പോൾ എന്ത് ചെയ്തു, നെക്സ്റ്റ് വീട്ടിൽ പോയിട്ട് ജസ്റ്റ് ഡോർമ തട്ടിയിട്ട് ചോദിച്ചു മിസ്സസ് മാക്പേഴ്സിനെ പറ്റിയിട്ട് എന്തെങ്കിലും അറിയുമെന്ന്. യെസ്, അപ്പോൾ അവളൊരു ഓൾഡ് മാൻ ആയിരുന്നു. ഹിസ് സ്ലിപ്പേഴ്സ്, ചെരുപ്പൊക്കെ ധരിച്ചിട്ടുള്ള ഒരു ഓൾഡ് മാൻ ആയിരുന്നു. ഓ യെസ്, ഹി ന്യൂ ഹെർ വെൽ. അപ്പോൾ നന്നായിട്ട് ആൾക്കറിയാം. ഒരു ലവ്ലി ലേഡി ആയിരുന്നു. ഹി ടോൾഡ് മീ എ ബിറ്റ് മഡിൽ ഹെഡഡ്. അപ്പോൾ ഒരു ബിറ്റ് മഡിൽ ഹെഡഡ് എന്ന് പറഞ്ഞാൽ ഒരു കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരാളായിരുന്നു. ആളിനോട് പറയാണ് ഒരു ലവ്ലി ഓൾഡ് ലേഡിയാണെന്ന് പറയാണ്. ബട്ട് അറ്റ് ഹെർ ഏജ് ഷി വാസ് എൻടൈറ്റിൽഡ് ടു ബി. വാസ് നോട്ട് ഷീ 101 years old. അപ്പോൾ 101 വയസ്സായിട്ടുള്ള ഒരു ഓൾഡ് ലേഡി ആയിരുന്നു അത്. ഷി ഹാഡ് ബീൻ ഇൻ ദ ഹൗസ് വെൻ ഇറ്റ് കോട്ട് ഫയർ. നോ വൺ റിയലി ന്യൂ ഹൗ ദ ഫയർ ഹാഡ് സ്റ്റാർട്ടഡ്. അപ്പോൾ ആ സ്ത്രീ ആ ഒരു വീട്ടിലുണ്ടായിരുന്നപ്പോൾ തന്നെ ആ ഒരു വീട് കത്തി നശിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ആർക്കും അറിയില്ല അതെങ്ങനെയാണ് ഫയർ വന്നതെന്നു. ബട്ട് അവർ വിചാരിക്കുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ അത് കാൻഡിൽസ് നിന്നായിരിക്കും ആ ഒരു ഫയർ ഉണ്ടായിരുന്നതാണ്. ബട്ട് ഇറ്റ് കുഡ് വി ഓൾ ഹാവ് ബീൻ കാൻഡിൽസ്. ഷി യൂസ്ഡ് കാൻഡിൽസ് റാദർ ദാൻ ഇലക്ട്രിസിറ്റി. അത് കാൻഡിൽസ് നിന്നാണ് വരുന്നതെന്ന് പറയാൻ കാരണം അവർ എന്താണ് ഇലക്ട്രിസിറ്റി യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അവർ വിചാരിച്ചിരുന്നത് എന്താണ്, ബിക്കോസ് ഷി ഓൾവേസ് തോട്ട് ഇലക്ട്രിസിറ്റി വാസ് ടു എക്സ്പെൻസീവ്. അപ്പോൾ ഭയങ്കര എക്സ്പെൻസീവ് ആയതുകൊണ്ട് ഇലക്ട്രിസിറ്റി അവർ യൂസ് ചെയ്തില്ല. കാൻഡിൽസ് ആണ് പലപ്പോഴും അവർ യൂസ് ചെയ്യുന്നത്. The fireman had got her out just in time. She was in nursing home now. He told me Burlington House on the Dorchester Road on the other side of town. അപ്പോൾ ടൗണിൻ്റെ വേറൊരു സൈഡിലായിട്ട് ഒരു ബേർലിംഗ്ടൺ ഹൗസ് ഉണ്ട്. അതൊരു നഴ്സിംഗ് ഹോമാണ്. അപ്പോൾ എന്താണ് ഇങ്ങനെ കത്തി നശിച്ചപ്പോൾ ഫയർമാൻ വന്നിട്ട് അവരെ രക്ഷിച്ച് ആ ഒരു നഴ്സിംഗ് ഹോമിലേക്ക് ആക്കിയെന്നാണ് പറഞ്ഞിട്ടുള്ളത് ആ ഒരു ഓൾഡ് മാൻ. അപ്പോൾ ഈ ഒരു നമ്മുടെ റൈറ്ററിനോട് അഡ്രസ്സൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. യെസ്, അങ്ങനെ ഐ ഫൗണ്ട് ബേർലിംഗ്ടൺ ഹൗസ് നഴ്സിംഗ് ഹോം ഈസിലി ഇനഫ്. അങ്ങനെ നമ്മുടെ റൈറ്റർ ബേർലിംഗ്ടൺ ഹൗസ് നഴ്സിംഗ് ഹോം കണ്ടുപിടിച്ച് കഴിഞ്ഞു. ദർ വർ പേപ്പർ ചെയിൻസ് അപ്പ് ഇൻ ദ ഹാൾവേ ആൻഡ് എ ലൈറ്റഡ് ക്രിസ്മസ് ട്രീ സ്റ്റുഡ് ഇൻ ദ കോർണർ വിത്ത് എ ലോപ്പ് സൈഡഡ് ഏഞ്ചൽ ഓൺ ടോപ്പ്. അപ്പോൾ അവിടെ എത്തിയപ്പോൾ ഒരു പേപ്പർ ചെയിൻസ് കൊണ്ടൊക്കെ ഹാൾവേ അങ്ങനെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ലൈറ്റഡ് ക്രിസ്മസ് ട്രീ ഉണ്ടായിരുന്നു അവിടെ കോർണറിൽ. ഒരു ലോപ്പ് സൈഡഡ് ഏഞ്ചൽ അതിൻ്റെ ടോപ്പിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഐ സെഡ് ഐ വാസ് എ ഫ്രണ്ട് കം ടു വിസിറ്റ് മിസ്സസ് മാക്പേഴ്സൺ ടു ബ്രിങ് എ ക്രിസ്മസ് പ്രസൻറ്റ്. അപ്പോൾ അവരോട് പറഞ്ഞു ഞാൻ അവളുടെ ഫ്രണ്ടാണ്, മിസ്സസ് മാക്പേഴ്സൻ്റെ ഫ്രണ്ടാണ്, ഒരു ക്രിസ്മസ് പ്രസൻറ്റ് കൊടുക്കാൻ വേണ്ടി വന്നതാണ്, എനിക്ക് ആളെ കാണണമെന്ന് പറയണം. I could see through into the dining room where everyone was wearing a paper hat and singing. അപ്പോൾ ക്രിസ്മസ് ആയതുകൊണ്ട് അവിടെയുള്ള എല്ലാവരും ഡൈനിങ് റൂമിൽ ഇരുന്നിട്ട് എന്താണ് പേപ്പർ ഹാറ്റൊക്കെ വെയർ ചെയ്ത് ഇങ്ങനെ പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. The matron had a hat on too and seemed happy enough to see me. അപ്പോൾ മാട്രൺ എന്ത് ചെയ്തു, എന്താണ് എൻ്റെ അടുത്തേക്ക് വന്നിട്ട് ഒരു ഭയങ്കര സന്തോഷത്തോടെ ഒരു തൊപ്പിയൊക്കെ വെച്ച് തന്ന് പറയാണ്. ഷീ ഈവൻ ഓഫേർഡ് മീ എ മൈൻഡ് പൈ. അപ്പോൾ ഒരു പൈയൊക്കെ തന്നിട്ട് എന്താണ് അവർ ഓഫർ ചെയ്തു, ഒരു പൈയൊക്കെ ഓഫർ ചെയ്തു. ഷി വാക്ക് മീ ലോങ് ദ കോറിഡോർ. അങ്ങനെ ആളുടെ ഒപ്പം നമ്മുടെ റൈറ്ററുടെ ഒപ്പം നമ്മുടെ മാട്രൺ കോറിഡോറിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. മിസ്സസ് മാക്പേഴ്സൺ ഈസ് നോട്ട് ഇൻ വിത്ത് ദ അതേഴ്സ്. ഷി ടോൾഡ് മീ ഷീ ഈസ് റാദർ കൺഫ്യൂസ്ഡ് ടുഡേ സോ വി തോട്ട് ഇറ്റ് ബെസ്റ്റ് ഇഫ് ഷീ ഹാഡ് എ ഗുഡ് റെസ്റ്റ്. അപ്പോൾ മിസ്സസ് മാക്പേഴ്സൺ ഇവരുടെ കൂടെ ഇല്ല, അതായത് ഡൈനിങ് റൂമിൽ ഇവരുടെ കൂടെ ഇല്ല. അവൾ എന്താ പറയുന്നത് വെച്ചാൽ എന്താണ് ഭയങ്കര കൺഫ്യൂസിങ് ആയിരുന്നു ഇന്ന്. അപ്പോൾ എനിക്ക് കുറച്ച് റെസ്റ്റ് എടുക്കണം, അതേപോലെ തന്നെ ഇന്ന് ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ എനിക്ക് താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആ റൂമിൽ റെസ്റ്റ് എടുക്കുക എന്നാണ് മാട്രൺ പറഞ്ഞത്. ഷി ഹാസ് നോ ഫാമിലി, യു നോ, നോ വൺ വിസിറ്റ്, സോ ഐ എം ഷുവർ ഷി വിൽ ബി ഓൺലി ടു പ്ലീസ്ഡ് ടു സീ യു. അപ്പോൾ എന്താണ് അവർ മാട്രൺ പറയാണ് അവൾക്ക് ഫാമിലി ഒന്നുമില്ല, ഒരാളും വിസിറ്റ് ചെയ്യാൻ വരില്ല, അതുകൊണ്ട് നിങ്ങളെ കാണുമ്പോൾ ഷുവർ ആയിട്ടും അവൾ ഭയങ്കര സന്തോഷിക്കും എന്നാണ് പറയുന്നത്. ഷി ടുക്ക് മീ ഇൻ ടു എ കൺസർവേറ്ററി വിത്ത് wicker chairs and potted plants all around and left me. The old lady was sitting in the wheelchair, her hands folded in her lap.
അങ്ങനെ എന്താണ് നമ്മുടെ മിസ്സസ് മാക്പേഴ്സനെ കാണാൻ പോവാണ്. അപ്പോൾ മിസ്സസ് മാക്പേഴ്സൺ അവിടെ റൂമിൽ ഇരിക്കുകയായിരുന്നു. ഒരു വീൽ ചെയറിലാണ് ആ ഒരു ഓൾഡ് ലേഡി ഇരിക്കുന്നത്. അവളുടെ കൈകൾ അവളുടെ ലാപ്പിൽ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. ഷി ഹാഡ് സിൽവർ വൈറ്റ് ഹെയർ പിൻഡ് ഇൻ ടു എ വിസ്പി ബൺ. ഒരു വിസ്പി ബൺ കൊണ്ടൊക്കെ പിൻ ചെയ്തിട്ട് അവളുടെ വൈറ്റ് ഹെയർ ഇങ്ങനെ സിൽവർ വൈറ്റ് ഹെയർ ഇങ്ങനെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. She was gazing out at the garden. Hello, I said. She turned and looked up at me vacantly. Happy Christmas, Connie. Yes. അങ്ങനെ അവളെന്താണ് അവളിങ്ങനെ ഗാർഡനിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ റൈറ്റർ ഹലോ എന്ന് പറഞ്ഞ ഹാപ്പി ക്രിസ്മസ് എന്ന് പറയുകയാണ് നമ്മുടെ മിസ്സസ് മാക്പേഴ്സണോട്. അവൾ പെട്ടെന്ന് ഇങ്ങനെ തിരിഞ്ഞു. യെസ്, ഐ വെൻറ്റ് ഓൺ, ഐ ഫൗണ്ട് ദിസ്, ഐ തിങ്ക് ഇറ്റ് യുവേഴ്സ്. അങ്ങനെ ഞാൻ ചെന്നു, അവളെ കണ്ടുപിടിച്ചു, ഞാൻ അവൾക്കത് കൊടുത്തു. അവളോട് പറയുകയാണ് ഇത് നിങ്ങളുടെ ഞാൻ തോന്നുന്നുണ്ട്. As I was speaking, her eyes never left my face. I opened the tin box and gave it to her. That was the moment her eyes lit up with recognition and her face became suffused with a sudden glow of happiness. Yes, അവൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ലേ? യെസ്, ആ ഒരു ലെറ്റർ ആരുടെയാണെന്ന് അവൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അല്ലെങ്കിൽ ആ ഒരു ടിൻ ബോക്സ് അവൾക്കുള്ളതാണെന്ന് അവൾക്ക് മനസ്സിലായതുകൊണ്ട് അവൾ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് നിൽക്കുന്നുണ്ട്. നമ്മുടെ മിസ്സസ് മാക്പേഴ്സൺ സഡൻ ആയിട്ടുള്ളൊരു ഗ്ലോ ഓഫ് ഹാപ്പിനെസ് ആയിരുന്നു ആളുടെ മുഖത്തുണ്ടായിരുന്നത്. ഐ എക്സ്പ്ലെയിൻഡ് അബൌട്ട് ദ ഡെസ്ക്, അബൌട്ട് ഹൗ ഐ ഹാഡ് ഫൗണ്ട് ഇറ്റ്, ബട്ട് ഐ ഡോണ്ട് തിങ്ക് ഷി വാസ് ലിസണിങ്. അപ്പോൾ നമ്മുടെ റൈറ്റർ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയുകയാണ്, എനിക്ക് ഈ ലെറ്റർ എവിടുന്നാണ് കിട്ടിയത്, ബട്ട് റൈറ്റർ എന്താ പറയുന്നത് വെച്ചാൽ ഞാൻ പറയുന്നൊന്നും ലിസണിങ് ചെയ്യുന്നില്ല എന്നാണ് തോന്നിയെന്നൊക്കെ പറഞ്ഞ് റൈറ്റർ പറയാണ്. For a while she said nothing but stroked the letter tenderly with her fingertips. അങ്ങനെ കുറച്ച് നേരത്തേക്കൊന്നും മിണ്ടിയൊന്നുമില്ല, ബട്ട് ലെറ്റർ ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ പിടിച്ചിരിക്കുകയാണ്. സഡൻലി ഷി റീച്ച്ഡ് ഔട്ട് ആൻഡ് ടുക്ക് മൈ ഹാൻഡ്. ഹെർ ഐസ് were filled with tears. You told me you had come home by Christmas, dearest, she said. And here you are the best Christmas present in the world. Come closer, Jim dear, sit down. അപ്പോൾ നമ്മുടെ മിസ്സസ് മാക്പേഴ്സൺ വിചാരിച്ചിരിക്കുന്നത് ഇത് ജിമ്മാണ് വന്നിട്ടുള്ളതെന്നാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ അവൾ എന്താണ് എൻ്റെ കയ്യിൽ കയറി പിടിച്ചു. ദെൻ എന്താണ് ഐസൊക്കെ ഇങ്ങനെ ടീയേഴ്സ് ആയിട്ട് ഇങ്ങനെ ഫിൽ ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ പറയാണ് നീ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ക്രിസ്മസിന് വരുന്നു. യെസ് ഡിയറസ്റ്റ്, നീ വന്നു അല്ലേ എന്നൊക്കെ പറഞ്ഞ് ഇത് തന്നെയാണ് എൻ്റെ ഈ ഒരു വേൾഡിലെ ബെസ്റ്റ് ക്രിസ്മസ് പ്രസൻറ്റ് എന്ന് പറയാണ്. കം ക്ലോസർ ജിം ഡിയർ, യെസ് എൻ്റെ അടുത്തേക്ക് വരൂ എന്ന് പറയാണ്. ഐ സാറ്റ് ഡൗൺ ബിസൈഡ് ഹർ. അങ്ങനെ അവളുടെ അടുത്ത് നമ്മുടെ റൈറ്റർ ഇരിക്കുകയാണ്. ഷി കിസ്ഡ് മൈ ചീക്ക്. അങ്ങനെ ചീക്കിൽ ഒരു കിസ്സൊക്കെ കൊടുത്ത് ഐ റീഡ് യുവർ ലെറ്റർ സോ ഓഫൻ ജിം എവറി ഡേ. അങ്ങനെ എല്ലാ ദിവസവും ഇവൾ ഇവൻ്റെ ലെറ്ററൊക്കെ നമ്മുടെ ജിമ്മിൻ്റെ ലെറ്ററൊക്കെ വായിക്കലുണ്ട്. ഐ വോണ്ടഡ് ടു ഹിയർ യുവർ വോയിസ് ഇൻ മൈ ഹെഡ്. ഇറ്റ് ഓൾവേസ് മേഡ് മീ ഫീൽ യു were with me, and now you are back. You can read it to me yourself. Would you do that for me, Jim dear? I just want to hear your voice again. I had loved that so much. And then perhaps we'll have some tea. I have made you a nice Christmas cake. Marzipan all around. I know how much you love marzipan. അപ്പോൾ അങ്ങനെ പറയാണ്. യെസ് എൻ്റെ അടുത്ത് വന്നിരിക്കും. അങ്ങനെ കിസ്സൊക്കെ കൊടുത്തിട്ട് ഞാൻ നിങ്ങളുടെ ലെറ്റർ ഇങ്ങനെ എപ്പോഴും വായിക്കലുണ്ട്. ഇപ്പോൾ നീ എൻ്റെ അടുത്തുണ്ട്, അതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ വോയിസ് കേൾക്കണം. അപ്പോൾ എന്താണ് യെസ് നീ തന്നെ ഈ ഒരു ലെറ്റർ വായിക്കുന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മിസ്സസ് മാക്പേഴ്സൺ പറയാണ് എനിക്ക് നിങ്ങളുടെ വോയിസ് കേൾക്കണം, എത്ര എന്താണ് ആഗ്രഹിച്ചിട്ടുണ്ടെന്ന് അറിയോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ നിനക്ക് വേണ്ടിയിട്ട് ഒരു ക്രിസ്മസ് കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്, മാർസിപ്പനൊക്കെ ഉണ്ട്. യെസ് മാർസിപ്പൻ എത്ര ഇഷ്ടപ്പെട്ടതാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മിസ്സസ് മാക്പേഴ്സൺ അവളുടെ ആ ഒരു സന്തോഷം നമ്മുടെ റൈറ്ററിനോട് പറയാണ്. ബട്ട് മിസ്സസ് മാക്പേഴ്സൺ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് ഇത് എന്താണ് മാക്പേഴ്സൺ ജിം മാക്പേഴ്സൺ ആണെന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ നമ്മുടെ ഈ ഒരു സ്റ്റോറി ഇവിടെ എൻഡ് ആവുകയാണ്. ഇതിൻ്റെ റൈറ്ററിൻ്റെ നെയിം മൈക്കൽ മോപെർഗോ ആണ്. അപ്പോൾ മൈക്കൽ മോപെർഗോ എഴുതിയ ദ ബെസ്റ്റ് ക്രിസ്മസ് പ്രസൻറ്റ് ഇൻ ദ വേൾഡ് എന്ന ചാപ്റ്റർ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, ഞങ്ങൾ റിപ്ലൈ തരുന്നുണ്ട്. ഓക്കെ, സോ നല്ല രീതിയിൽ തന്നെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ബൈ.